നിൽക്കുന്ന സംഭവമാണ് ചുണ്ടമരം. ചുണ്ടയ്ക്ക നമ്മുടെ തീയലൊക്കെ വെക്കുന്ന നല്ല സാധനമാണ്. ഔഷധ ഗുണം ഒരുപാടുള്ള ഒരു സംഗതിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ എങ്ങാനും ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ എപ്പോൾ തപ്പിയെന്ന് കേട്ടാൽ മതി. പക്ഷേ ഇവിടെ നല്ല നല്ല നമ്മുടെ മെഡിസിൻ വാല്യൂ ഉള്ള ഒരുപാട് പച്ചക്കറികളുടെ നിപ്പുണ്ട്. തഴുതാമ. എൻ്റെ പൊന്നി, ഈ പട്ടി എന്നെ ചിറയുന്നു. കുറേ നേരമായി പട്ടി എന്നെ ഇങ്ങനെ എൻ്റെ ചുറ്റുപാടും കറങ്ങി കറങ്ങി വരുവാണ്. പട്ടിയുടെ കടി കൊള്ളാൻ വയ്യ. എന്തായാലും പട്ടി എന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. പട്ടിയുടെ കടി കൊണ്ട് തീരാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പട്ടി എന്ന് പറഞ്ഞ് ഓടിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ വാക്സിൻ്റെ ഗുണം കൊണ്ട് പേക്ക് കുത്തിവെപ്പ് എടുത്തിട്ട് കാര്യമില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം എൻ്റെ മോളുടെ ക്ലാസ്സിലെ ഒരു കുഞ്ഞിനെ വീട്ടിൽ വെച്ച് കേട്ടോ, അവളുടെ വീട്ടിൽ വെച്ച് തന്നെ പട്ടി ഒരു കടിച്ചായിരുന്നു. അത് ഫേസിലാണ്. അപ്പോൾ 2 വാക്സിൻ കംപ്ലീറ്റ് ചെയ്തു. പുള്ളിക്കാരത്തിയുടെ ഫേസിലാണ് പറ്റിയത് കേട്ടോ. പക്ഷെ ഇതുവരെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഇനി അടുത്ത വാക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞു. ഇതുവരെ മോൾക്ക് പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞ മോളുടെ പ്രായം കേട്ടോ. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഇനി വേറെ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും അതന്നെ, ഇപ്പോൾ എല്ലായിടവും ഭയങ്കര പട്ടിശല്യമാണ്. പിള്ളേരോടൊക്കെ പറഞ്ഞാൽ പിള്ളേർ കേൾക്കത്തുമില്ല. എൻ്റെ കുട്ടീസാണെങ്കിൽ വല്ല പട്ടിയും പൂച്ചയും വഴിയെ കാണുന്ന എല്ലാത്തിനെയും എടുത്ത് കൊഞ്ചിക്കാനൊക്കെ പോകുമായിരുന്നു. ഇപ്പം പറഞ്ഞ് പേടിപ്പിച്ചൊക്കെ വിട്ടേക്കുന്നത് കാരണം വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ വഴിയെ കാണുന്ന അവർക്ക് ഭയങ്കര മൃഗസ്നേഹമാണ്. വഴിയെ കാണുന്ന പട്ടിയും പൂച്ചയും എല്ലാം വിളിച്ച് വിശേഷവും പറഞ്ഞ് അതിനെയൊക്കെ ഒന്ന് തോണ്ടി തലോടിയൊക്കെ അവർ വരത്തുള്ളൂ. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. 2 പേരുണ്ട്, ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങളുടെ വിശേഷങ്ങളോടെ പറയൂ. മൊട്ട വെയിൽ, ഞാനിവനെ ഇന്ന് റെഡിയാക്കും. അമ്മേ, വെയിൽ കൊണ്ട് ചത്തുപോകും ഞാൻ. കരിഞ്ഞു പോകത്തേ ഉള്ളൂ. കരിവണ്ട് പോലെയാണ് ഇരിക്കുന്നത് ഇപ്പം തന്നെ. പിന്നെ ഇനി വെയിൽ കൊണ്ട് കരിയുന്ന കാര്യം ആലോചിക്കാൻ പോലും വയ്യ. ആരോ 3 പേരുണ്ടല്ലോ, ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ. താഴേക്ക് ഇറങ്ങി വന്ന് നിങ്ങളുടെ വിശേഷങ്ങളോട് ഒന്ന് പറയുക. 3 പേരുണ്ട്. സ്കൂൾ മേഖല വേഗത കുറച്ച് പോകാമെന്ന് ഒരു സൈനിങ് ബോർഡ് കണ്ടോ. ഇവിടെ അടുത്ത് സ്കൂളുണ്ട്. നമ്മുടെ കോട്ടം സ്കൂൾ പേര് മറന്നുപോയി. കാഞ്ഞിര മരം കണ്ടോ ഗായ്സ്. വെയിലാണ് കാണാൻ വരുന്നത്. ഈ കാണുന്ന വൻ മരമാണ്, ഒരു കാഞ്ഞിര മരമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നമ്മുടെ കാഞ്ഞിരത്തിൻ്റെ വിറക് കത്തിച്ച് ഉണ്ടാക്കുന്ന ആഹാരത്തിന് പോലും കയ്പ്പാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ സംഭവം ഞാൻ ആദ്യമായിട്ടാണ്. ഇതൊരു അമ്പലമാണ്. കുഞ്ഞ് കാവ് പോലത്തെ ഒരു സംഭവമാണ്. അതാണ് പള്ളിവിലാകം ശ്രീ തമ്പുരാൻ കാവ്. ആദ്യം തന്നെ തമ്പുരാൻ കാവ്. അതിനകത്ത് നിൽക്കുന്ന ആ ഒരു വലിയ മരം കണ്ടോ, അതാണ് നമ്മുടെ കാഞ്ഞിര മരം. കാഞ്ഞിരം. അങ്ങനെ എനിക്ക് ഇവിടെ വന്നതിൽ നമ്മുടെ കാഞ്ഞിര മരം കാണാനും പറ്റി, നിങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റി. കൂട്ടുകാരി, നിങ്ങളൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ. മുട്ടം വെയിലത്ത് നിന്ന് അപ്പോൾ നമ്മൾ പോകാൻ പോവുകയാണ്. നമ്മളെ വണ്ടിയൊക്കെ വർക്ക്ഷോപ്പിൽ ഇട്ടിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും ഒന്ന് തെറിക്കാൻ പോവുകയാണ്. വീട്ടിലെല്ലാ പണികളും ഒതുക്കി വെച്ചിട്ടാണ് ഞാൻ വന്നത്. ഹായ് സിമ്പിൾ ലവ്മെൻസ്. ഹായ് ഗുഡ് മോർണിംഗ്. ഹലോ സൈമക്കുട്ടി, എന്തൊക്കെയുണ്ടടാ വിശേഷം? ഫുഡൊക്കെ കഴിച്ചോ? ഗുഡ് മോർണിംഗ് സൈമക്കുട്ടി. സിമ്പിൾ ലവ്മെൻസ്, ഹായ് ഗുഡ് മോർണിംഗ്. ലൈക്ക് അടിക്കാൻ മറക്കരുതേ കൂട്ടുകാരെ. ഗുഡ് മോർണിംഗ്. ഫുഡ് കഴിച്ചോടാ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഞാൻ നമ്മുടെ കാട്ടാക്കടയിൽ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നടാ. അപ്പം ഞാനും കൂടെ പോകുന്നു. നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. വണ്ടി കയറ്റിയാ